ഓണാണോ? അപ്പോൾ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നുമില്ല, ഇതാണ് ഇൻട്രോ. അസറുവിൻ്റെ വീട് പണി തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. വാ 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 വാ, കൂടെ വരൂ. ഞാൻ വിളിക്കണോ? അയക്കാറാണ് നല്ലത്. അപ്പോൾ സുഹൃത്തുക്കളെ ഒരു 6 സെറ്റ് പണിക്കാരുണ്ട്. വേമ്പാ ഇതാണ് 0.5 വ്യൂ കേട്ടോ. മാഷാ അല്ലാ, എത്ര പെട്ടെന്ന് അങ്ങനെ തരും. പിടിച്ചോ വാ അസറോ, സെറ്റല്ലേ? എന്തായി പണികൾ? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സംഭവങ്ങൾ സെറ്റാക്കി തരുന്നുണ്ട്. നമ്മളെ എഞ്ചിനീയറാണ് ഇരിക്കുന്നത് കേട്ടോ. എടാ പോയിട്ടില്ല. നമ്മളെ വീടിൻ്റെ എഞ്ചിനീയറാട്ടത്. കുറേ ദിവസങ്ങളായിട്ട് ഇത് പിടിച്ചെന്നാ സൂം ആയിക്കോട്ടോ. എക്സ് കൂട്ടിയാൽ മതി, ചേടന്നോ. എന്തായി നമ്മൾ വർക്ക് എങ്ങനെയൊക്കെയാണ്? വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കല്ലേ. ആൾക്കാർ ഇപ്പൊ കൂടുതൽ പറയണ എന്താണ് ഗസ്സിങ് നടക്കുന്നുണ്ട്. കല്യാണം ആവൂല, കാരണം ഓന്റെ പെരപ്പണി തീരാൻ ചാൻസ് ഇല്ല. കാരണം 4 മാസം മുന്നേ ഇങ്ങനെയല്ലേ. അപ്പൊ വെച്ചാല് 4 മാസം കൊണ്ട് ബോസ് ഇത് സമ്മതിച്ചു കേട്ടോ. അടിപൊളി. കാരണം എന്താ വെച്ചാല് ഈ കഴിഞ്ഞ വരവ് ഒന്ന് പോണ സമയത്തല്ലേ നമ്മൾ ഇതിന്റെ പിന്നെന്താ വെച്ചാൽ ഇവിടെ നല്ല പണിയൊന്നുമില്ലേ, അതാണ് പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് 1 മാസം കൂടി എക്സ്ട്രാ കിട്ടി അല്ലേ, 1.5 മാസം കൂടി. നമുക്ക് തറയി കിട്ടാൻ തന്നെ ഒരു 2 മാസം ഇവിടെ ഒരു അങ്ങോട്ട് സ്ലോപ്പ് നമ്മൾ ആദ്യം തറ കെട്ടി ഒരു ബെൽറ്റ് വാർത്ത്, പിന്നെ അതിന്റെ മുകളിൽ ബേസ്മെന്റ് കെട്ടിയിട്ടാണ് നമ്മള് തറ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മളത് പടവ് സ്റ്റാർട്ട് ചെയ്തിട്ട് തറന്റെ മുകളിൽ പടവ് 4 മാസമായിട്ടുള്ളൂ. 4 മാസം കൊണ്ട് നമ്മൾ ഇങ്ങനെ കയറ്റി. നമ്മളതിന്റെ പേരെന്താണ്? അമിഗോസ്. ഒരു കോണ്ടാക്ട് നമ്പർ പറഞ്ഞോളി. 9048892227. അപ്പോൾ നിങ്ങൾക്ക് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു എക്സാമ്പിൾ ആയി കാണണം കേട്ടോ. പൈസ റെഡിയാക്കി വെക്കുക, വർക്ക് ഇവിടെ വിളിച്ചു കൊടുക്കുക. അതെ, പണി നമ്മൾ തീർത്തരും. അപ്പൊ നമ്മൾ ഉള്ളൊക്കെ കാണിച്ചു തരാം അല്ലേ. ആദ്യം നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് വരാം കേട്ടോ സുഹൃത്തുക്കളെ. ആരതാണ് കല്യാണം ആരതോ കണ്ടില്ലല്ലോ. പെരപ്പണി ഓന്റെ പേരിൽ തന്നെയാണ് ഓന് കേറിക്കൂടാൻ പോണെന്നുള്ളത് എന്തെങ്കിലും ഉറപ്പ് എന്തെങ്കിലും ഉണ്ടാവൂലോ. ചിലപ്പോ എ ഫ്രെയിമിലാണെങ്കിലോ. അതെ, പറയാൻ പറ്റൂല. ഉള്ളത്തെ കുട്ടിയുടെ സീനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് എത്തിക്കണേ. ഇത് ഗസ്റ്റുകൾ വന്നാൽ ഇരിക്കേണ്ട സ്ഥലം. അനക്കൊക്കെ ഉള്ളത് ഇജ് ഗസ്റ്റ് അല്ലേ? ബാസിലൊക്കെ ഉള്ള ഏരിയ. ഇവിടെ നമുക്ക് ടി വി വരും, അതിനുള്ള പൈപ്പ് ഇട്ട് ടി വിൻ്റെ വയറൊക്കെ പോകാൻ. സ്വിച്ചുകളെല്ലാം വെച്ചു. ഇനി അതിൻ്റെ മേലുള്ള കവറിങ് ഉണ്ടല്ലോ സ്വിച്ചിൻ്റെ, അതും കൂടി വെക്കാനുള്ളൂ. അത് ഈ പുട്ടി വരുതി കൊണ്ട് കഴിഞ്ഞ് ഇവിടെയും കൂടി ഉള്ളൂ. ബാക്കിയൊക്കെ വരുതി, ഇവിടെയൊക്കെ വരുതി. പിന്നെ ഇത് ഇപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം. ഇതിൽ പെയിൻ്റ് അടിച്ചിട്ടോ. ഈ പെയിൻ്റാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇത് പെയിൻ്റാണ്. പുട്ടിൻ്റെ മേലെ പെയിൻ്റ് അടിച്ചു. ഇത് ഫുൾ ഫിനിഷായി. ഇനി ലൈറ്റും ഫർണിച്ചറും ടൈൽസും. ടൈൽസ് ഇൻഷാല്ലാ മറ്റന്നാൾ തുടങ്ങും. ഇൻഷാല്ലാ അതിനുള്ള പണിയിലാ. ഇത് പിന്നെ അടുക്കള, അതിനുള്ള ഇത് പിന്നെ ലൈറ്റിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊടുക്കുന്നുണ്ട്. നമ്മളെ മെയിൻ ബോസ് ആട്ടെ നിൽക്കണേ. പിന്നെ ഇത് പെങ്ങളെ റൂമ്. പെങ്ങള് പുറത്താണ് ഉണ്ടാവല്. പെങ്ങളൊക്കെ വരുമ്പോൾ പെങ്ങൾക്കുള്ളൊരു മാറ്റി വെച്ച നമ്മളുടെ കുഞ്ഞി പെങ്ങൾക്കുള്ള റൂമാണിത്. അതെ. പിന്നെ ഇനി മേലക്ക് നമുക്ക് നടുവ് കൂടെ ചവിട്ടിക്കാറ. നിങ്ങളിത് മേലെ കയറ്റാ, നമുക്ക് പോലെ ഗ്യാപ്പുണ്ടോ? നടുവ് കൂടെ ചവിട്ടിക്കട്ടോ വാസില.
അത് കാട്ട്, അത് ഞാൻ പിടിച്ചാ. അതല്ലേ അങ്ങോട്ട് വരാൻ കഴിയൂല, അല്ലെങ്കിൽ അടി കൂടെ പോകാം. ബാസിലേ, ഇത് പിന്നെ 5ൻ്റെത് നമ്മൾ ഗസ്റ്റ് റൂം നമ്മൾ ചെക്കന്മാർ വന്ന് ചില്ല് ചെയ്യേണ്ടത് അതിനുള്ളത് ഫ്രണ്ട് വ്യൂ. ചെക്കനും ചെക്കന്മാരും നമ്മളും ചെക്കന്മാരും. അതെ, അത് ബാത്റൂം. അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഉണ്ടേ. പുറത്തേക്ക് ഇപ്പം ലാൻഡ്സ്കേപ്പിൻ്റെ ടീമിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബോസ്. ലാൻഡ്സ്കേപ്പിൻ്റെ ടീമിനെ ഓലിപ്പോൾ വന്നാണ്ട് അളവൊക്കെ എടുത്ത് പോയിക്കണ്. അപ്പോൾ ഉള്ളത്തെ പണി തീരുമ്പോഴത്തേന് പുറത്തെത്തി അതിൻ്റെ ഒപ്പം തന്നെ തീർക്കാനുള്ള പരിപാടിയിലാണ്. പുറത്തൊക്കെ പിന്നെ മുറ്റം റെഡിയാക്കുന്ന പണിക്കാരൊക്കെ പണിയിലാണ് കേട്ടോ. അതായത് ഇതിലെന്താ പ്രത്യേകത വാസിലെ, ആൾക്കാർ വിചാരിക്കും നമ്മൾ പെട്ടെന്ന് പണി തീർത്തോണ്ട് എന്താണ് നമ്മൾ കറക്റ്റ് നനവ് കൊടുത്തില്ല അങ്ങനത്തെ ഒക്കെ. പക്ഷേ കറക്റ്റ് പ്ലാസ്റ്ററിങ്, അതായത് തേപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നനവാണോ കൊടുക്കേണ്ടത് ആ സാധനത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ല, കറക്റ്റ് ചെയ്തിങ്ങനെ. ഇത് വീടിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ടുള്ള സാധനത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. എന്നിട്ടും നമുക്ക് 4.5 മാസം കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റി. അർജൻറ്റ് കൂട്ടിക്കണേ, പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ അർജൻറ്റ് കൂട്ടിയിട്ടില്ല. അത് ഓൻ തന്നെ പറഞ്ഞു അങ്ങനെ അർജൻറ്റ് കൂട്ടരുത്. പിന്നെ ഇവിടെ നമ്മൾ മറ്റേ സ്റ്റോണ്, നാച്ചുറൽ സ്റ്റോണ്, മറ്റേ ഇതുണ്ടല്ലോ കരിങ്കല്ലിൻ്റെ ആ സാധനം ചെയ്തേക്കുക. ഇനി ഇതിൻ്റെ മേലെ ഒരു പ്രീമിയർ അടിച്ചാണ്ട് അത് ഷൈൻ ചെയ്യും. ഇത് നമ്മളെ ഇവിടെ നമ്മൾ കുറച്ച് ചെടികൾ വരും, ഇൻഡോർ പ്ലാന്റ്സ് വരും. ഇവിടെ ബാൽക്കണിൻ്റെ മറ്റേ റെയിലും ഗ്ലാസും വരും. ഇവിടെ കുറച്ച് ചെടികൾ വരും. ഇവിടെ അവിടെ ഒന്നുമില്ല, അത് പ്ലെയിനാ. പിന്നെ ഇവിടെ നമുക്കൊരു ഫുൾ ഗ്ലാസ് വരും. ഫുൾ ഗ്ലാസ് അപ്പുറത്ത് കറക്റ്റ് മൂട ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളെ റൂം, എൻ്റെ റൂം. എൻ്റെ റൂം കുറച്ച് വലുതാട്ടോ. ഇത് ഓഫീസ് റൂം. ഇവിടെ നമുക്കൊരു ഓഫീസ് സ്പേസ് പോലെ സെറ്റ് ആക്കാനാണ് എൻ്റെ പ്ലാന്. ഇവിടെ വാർഡ്രോബ് അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഏരിയയിലും വരും. ബെഡ് അവിടെയാണെങ്കിൽ അവിടെ ചാരിയിട്ട് വേറെ വാർഡ്രോബും വരും. ബാത്റൂമിൻ്റെ വലിപ്പം കൂട്ടിക്കണിയാ. ബാത്റൂം നമുക്ക് മസ്റ്റാണ്. ഇത് പിന്നെ എൻ്റെ റൂമിലുള്ളൊരു ബാൽക്കണി, ചെറിയ ബാൽക്കണി. അവിടെ ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ചിൽ ചെയ്ത് ഇത് ബാക്കത്തെ സ്പേസ്. ഇതിപ്പോൾ ആകെ സ്ഥലമായേ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പൈപ്പ് പ്ലംബിങ് കഴിഞ്ഞാണ്ട് ഫുള്ള് മണ്ണ് എടുത്താണ്ട് അതിൻ്റെ മേലെ മൂടിയൊക്കെ ഇപ്പം അതാണ് ആ ചളി. ഇനി ലാൻഡ്സ്കേപ്പിൻ്റെ ടീം വന്നാണ്ട് അതിൻ്റെ മേലെ സെറ്റാക്കും. അതെ, ഇത് കിണർ. ടച്ചോനെ ഒന്ന് ഇതിലെ പോവാ. ഇതെൻ്റെ റൂം. എൻ്റെ റൂമൊക്കെ എനിക്ക് ഇവിടുന്ന് എൻട്രൻസ് ഇല്ല. പഠിച്ചോൻ പറഞ്ഞത് ഇവിടെ നിന്നാൽ മതി എന്നാ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നോക്കി അറിയിക്കോ. ആകെ പൊടിയാ, കുഴപ്പമില്ല. അതാട്ടാ ഞങ്ങൾ പോയിട്ടോ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അസറുണ്ട് റൂമിൻ്റെ വലിപ്പം കണ്ടോ? ജനുള്ളിൽ കയറിയില്ലേ? ഇവിടെ ക്ലാസ് വരും. ചെറിയൊരു സിറ്റ് ഔട്ടാണ് പുറത്തല്ലേ? അസ്സലാമലൈക്കും. പണിയിലാണ് അല്ലേ? കാക്ക എന്തൊക്കെയുണ്ട്? ഇത് നമ്മൾ മറ്റേ ഈ സാധനം വെച്ചില്ലേ അപ്പുറത്തേക്ക് വെള്ളം വെച്ചാ പാത്തി വെച്ചിട്ട് അങ്ങോട്ട് അവിടുന്നൊക്കെ പോരാണ്ടാവൂലേ? ഓക്കെ. ആകെ ചളിയായില്ലേ? റെഡി ആയിക്കോളും. മറ്റേ ഓരെന്താ പറഞ്ഞ സാറോ ലാൻഡ്സ്കേപ്പിന്റെ ഓരിപ്പോൾ പറഞ്ഞിട്ട് പോയതെന്ന് വെച്ചാൽ എന്താണ് ഓർക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു സ്റ്റോണിൻ്റെ ഫോട്ടോസ് അയച്ചരാ. ഇന്ന് തന്നെ കൺഫേം ആക്കിയിട്ട് നാളെ മുതൽ ഒരു മണ്ണ് നിരപ്പാക്കാൻ തുടങ്ങും, ഫ്രണ്ടും ബാക്കും. എന്നിട്ട് ചിപ്സ് ഇട്ടിട്ട്
അടുക്കള കണ്ടാക്കണേ. ഇതല്ല അടുക്കള, ഇത് ഓപ്പൺ കിച്ചൺ. ഇത് സ്റ്റോർ റൂം, അത് സ്റ്റോക്ക് റൂം. അതെ. ഈ മതിലൊക്കെ ഇനി ഇപ്പുറത്തെ ഈ മതിലൊക്കെ ഇനി ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് അത് മക പുറത്തൊക്കെ ഒരു അടുപ്പ് വേണം പറഞ്ഞാണ്ട് അതിനുള്ളൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി കൊടുത്താണ്. ഇനി ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഷീറ്റ് ഇടും, അങ്ങോട്ട് ഷീറ്റ് ഇടും. എന്നിട്ട് ഉള്ളിൽ ഇവിടെ കല്ല് കൊടുക്കും. നല്ല സ്പേസ് ഉണ്ട് പക്ഷെ നീളത്തിനാണ്. നല്ല ഏരിയ ഉണ്ട് പക്ഷെ നീളത്തിലാണ്. ഇതെന്താ വെച്ചാൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഫുള്ള് വീടുകളാണ്. നമ്മളത് 2700 അടുത്തുണ്ട്. 2700 അടുത്ത് ഒരാഗ്രഹമായിരുന്നു. ഇൻഷാല്ലാ. അടിപൊളിയായി. ഏതായാലും ഈ സമയത്ത് തന്നെ ഇത് തീർന്നിട്ടിയതിൽ നമ്മള് ഈ സമയത്ത് തീർന്ന് കിട്ടിയിട്ടില്ല. കുറച്ചുകൂടി സമയം എടുക്കും. എല്ലാം കയറി വരുന്ന പെണ്ണിന്റെ ഐശ്വര്യം. എങ്ങട്ടേലും കേറണ്ടല്ലോ, എല്ലായിടത്തും കേറണ്ടല്ലോ. ശരിയാണ്. കേറട്ടെ. അത് പൈപ്പ് വെള്ളം ഫിൽറ്ററിങ്. ഇവിടെ വർക്കിംഗ് കിച്ചണും ഇത് മോഡേൺ കിച്ചൺ. അങ്ങനെയൊക്കെയാണ് പ്ലാന്. മരം നട്ടിക്കണ്. എവിടെ? ഇത് നട്ടതല്ലേ, അത് വന്നതാണ് പൊട്ടത്തിയ. അത് എന്തേലും മേലെന്ന് കറുവത്തെന്തേലും തിന്നിട്ട് ഇപ്പം അതിന്റെ കുരുളകി വന്നത്. കേടാണ്. മെയിൻ്റെനൻസ് ചെയ്യുമ്പം ഓരോ ഒരുമിച്ചാണ് ചെയ്യലേക്കാരം ചിലപ്പം. നമുക്ക് കൂടെ വന്നാ സെറ്റല്ലേ? ഇനി നമുക്കേ ഓനോട് എന്തൊക്കെ ഇനി പണികളല്ല ചോദിച്ചോക്കാം. ഡാൻസ് കമോൺ, നെക്സ്റ്റ് ഇന്റർവ്യൂ. ഇമ്മ എവിടെ? അവിടെ സൈഡിലുണ്ട്. അല്ല, അമ്മ അപ്പുറത്തെ പേരിലുണ്ട്. ഡാൻസ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫിനിഷിങ് വർക്കിൽ വരാനുള്ളതെന്ന് പറഞ്ഞിട്ടാ. കുറവായിക്കണോ സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഫിനിഷിങ്ങിൽ നമുക്ക് ഇനി വരാനുള്ളത് പിന്നെ ടൈലിൻ്റെ വർക്ക് വരാനുണ്ട്. പിന്നെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റീരിയറിന്റെ നമ്മളെ പിന്നെ ഫാമിന്റെ പേര് നോക്സ് ആണ്. ഇന്റീരിയറും ഇതൊക്കെ പോലെ തന്നെയാണ്. പെരിന്തൽമണ്ണയാണ് അതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിന്റെ പേജ് നമുക്ക് തരാം, നിങ്ങളൊന്നും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വേറെയും കുറേ ആൾക്കാരെ പെരപ്പണി നമ്മൾ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഓരുടെ വർക്ക് എടുക്കുമ്പോഴൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് പണിക്കാരെ കിട്ടലില്ല. പക്ഷേ ബോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോസിൻ്റെ ഉള്ളങ്കൈൻ്റെ ഉള്ളിലാണ് എല്ലാ പണിക്കാരും. സ്പോട്ടിന് ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ മതിൽ കെട്ടണം എന്ന് പറഞ്ഞ് വൈകുന്നേരത്തേക്ക് മതിൽ കയറാനുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഒരുമിച്ച് എല്ലാ പണിയും കൂടെ തീർക്കാനും വരും. 100 പണിക്കാരുണ്ട് മൊത്തത്തിൽ. ഇവിടെ നടക്കുന്നത് ഇലക്ട്രിക്കല്, പ്ലംബിങ്, പെയിന്റിങ്, പുട്ടി, വാട്ടർ പ്രൂഫ്, പിന്നെ അതേമാതിരി നമ്മളെ വുഡ് വർക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ഇവിടെ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വേറെ ഗോഡൗണിൽ ഇട്ടിട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഈ ക്ലാഡിംഗ് സ്റ്റോണിന്റെ പണിക്കാരുണ്ട്. ക്ലാഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ പണിക്കാരുണ്ടായിരുന്നു, അവരിപ്പോൾ കഴിഞ്ഞ് പോയി. അവർ 2 മണി വരെ കഴിഞ്ഞിട്ട് അവർ പോയി. പിന്നെ അവിടെ സ്റ്റെപ്പിന്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ അങ്ങനെ ഓന് വേണം പറഞ്ഞപ്പോൾ അങ്ങനെ രാത്രിയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടേ അങ്ങനെ തീർക്കാണ്. കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് ഒന്നുകൂടി ഫിനിഷ് സെറ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് ഇനി എന്താണ്, ഞാൻ എന്തായാലും സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഒക്കെ പോകും. ഇത് നമ്മളെ ടാങ്കാണ്, അതായത് നമ്മളെ ബാത്റൂം ഒന്ന്, പിന്നെ വേസ്റ്റ് ടാങ്ക്, 2 ടാങ്കാണ്. ഇത് സെപ്പറേറ്റ് പാർട്ടീഷൻ ചെയ്തിരുന്നു. ഒന്ന് കുളിക്കണ വെള്ളം പോകാനും ഒന്ന് ടോയ്ലറ്റ് എത്തണം. പിന്നെ നമ്മൾ കിച്ചൻ്റെ വേസ്റ്റിന് അവിടെ ഒരു ടാങ്ക് ഇട്ടിട്ടുണ്ട്. അല്ലല്ല, ഇത് നമ്മൾ പിന്നെ ഏകദേശം ഒരു 8 ഇഞ്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു പിന്നെ 8 ടൺ വരെ ലോഡ് ആയിപ്പോൾ പോകും. വണ്ടി ഇവിടെ അല്ല, നമ്മളെ വണ്ടി അവിടെ കൂടുതലും അവിടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സെറ്റല്ലേ? സെറ്റാണ്.
എന്നാ നമുക്ക് നേരെ പോയോക്കല്ലേ. പിന്നെ കട്ടൊക്കെ ആയതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പറഞ്ഞാലും റെഡിയാണ്. ഞങ്ങള് തമ്മിലുള്ള ടോക്ക് കേൾക്കലുണ്ട്. അപ്പൊ നിങ്ങളും കൂളാണ്, ഓനും കൂളാണ്. നിങ്ങള് വിളിക്കുമ്പോഴും അങ്ങനത്തെ ക്ലൈന്റിനെ കിട്ടിയാലും ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് വിട്ടു. നിങ്ങളും തന്നെ പറയുമ്പോ ഏത് മണിക്കാരാണ്? അല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വേണം. ഇപ്പൊ നമ്മളും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മളെ കൺട്രോൾക്ക് ഫുള്ളാണ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഓരോരുടെ രീതിയിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളതായുള്ള രീതി ഉണ്ടാവും. പക്ഷെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും. പക്ഷെ നമ്മളെന്താ വെച്ചാല് നമുക്ക് വിട്ടുന്നതാണ്. ഇപ്പൊ ഇന്നലെ നമ്മള് ഡൈനിങ് ടേബിള്, സോഫകള്, അങ്ങനെയുള്ള പർച്ചേസ് ചെയ്തു. മൂപ്പര് പോന്നിട്ടില്ല. നമ്മളെ ഇന്റീരിയറിന്റെ ടീമും അങ്ങനെ പോയിട്ടാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ ഫുള്ള് സെറ്റാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഫുള്ള് നമുക്ക് ചെയ്യാനാണ്. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഉഷാറാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്നൊക്കെ വീട് പണി ചെയ്യണം എന്ന് ആഗ്രഹിക്കണോല് ഹനാന് ഒരു 3 മാസം മുന്നിട്ടൊരു വ്ളോഗും ഇതും കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വല്ലാതൊന്നും പറയണില്ല, അത് മാത്രം കണ്ടാൽ മതി. അതെ. അപ്പൊ അന്ന് 3 മാസം മുന്നോട്ടന്ന് തേപ്പും കൂടി കഴിഞ്ഞില്ലേ, മേലത്തെ വാർപ്പും കഴിഞ്ഞിട്ടില്ല. പടു കഴിഞ്ഞാണ്, മേലത്തെ വാർപ്പ് കഴിഞ്ഞിട്ടില്ലേ ഇനി. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയോക്കല്ലേ. നമ്മളിവിടുന്ന് കാല് വെക്കുക. നമുക്ക് കാല് അപ്പുറത്ത് വരുന്നത്. എനക്കെന്താ പറയാ, കട്ടിയണ്ട എന്താ പറയാ, എൻ്റെ ഒരു റിവ്യൂ ഇടണം. പേരൻ്റെ മുന്നിൽ തന്നെ വെക്കാം. നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസം. പറയ്, ജെന്യൂൻ റിവ്യൂ പറയണം. നിങ്ങൾ ഇങ്ങോട്ടേക്കോ. ഇതുവരെയല്ലേ പണി കണ്ടിട്ട് എന്താ പറയല്ലേ? വളരെ ഫാസ്റ്റ് ആയിരുന്നു പണി. ഫസ്റ്റ് വരിക, രണ്ടാമത്തെ ആദ്യം വന്നപ്പോ എങ്ങനെയായിരുന്നു? വേറെന്തോ ആയിരുന്നു, ഇപ്പൊ വേറെന്തോ ആയി. അന്നപ്പോ എവിടെ എത്തിനു പണി? അന്നത്തെ ഇതൊന്നുമില്ല, മേലക്കില്ല, അടി മാത്രം പടുവ്. ഇവിടെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ വളരെ വളരെ പെട്ടെന്നായിരുന്നു. ഇനി കിച്ചന്റെ പണി കഴിഞ്ഞിട്ട് വേണം വരാൻ. എന്തിനാ? കുക്ക് ചെയ്യാൻ. ഇനിയുള്ള കുക്കിംഗ് വ്ളോഗ് ഇവിടുന്നായിരിക്കും. സുഹൃത്തുക്കളെ, കുക്കിംഗ് വ്ളോഗിന്റെ അടുക്കള നമ്മള് നമ്മളെ അടുക്കള ചിലപ്പോ മാറ്റും. ഒരു ചേച്ചി ഉണ്ട് അല്ലേ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ആ ചേച്ചി കൂടെ ഉണ്ടാവും എൻ്റെ ഒപ്പം കുക്ക് ചെയ്യാനൊക്കെ. ചേച്ചിയാണോ താത്തയാണോ? എന്തിനാവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ കടന്നു. ഞങ്ങൾ ഒരേ പ്രായമാണ്, ഒരു വയസ്സിന്റെ വ്യത്യാസം. അതിലിതാ ഇതുണ്ടോ ഈ ഫ്രണ്ട് ഈ ഏരിയ നല്ല രസമുണ്ട്. അപ്പോൾ അസുറിൻ്റെ ഒരു ആഗ്രഹം ഇനി മേലക്ക് ഓടിട്ട് ടൈപ്പും അടിക്ക് ബോക്സ് ടൈപ്പും അല്ലേ? നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടിഭാഗം എങ്ങനെയും മേലഭാഗം അങ്ങനെയൊക്കെ വന്നത്. ഇതെന്താ വെച്ചാൽ ഫുൾ പണി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഗസ്റ്റ് റൂം അതൊക്കെ കാണിച്ചു തന്നീനി. നമുക്ക് അവിടെ കാലിയേക്കാൻ പറ്റുമോ? അവിടെ പൈപ്പ് ഉണ്ടോ? പുറത്തുണ്ടോ? എന്നാവാ നമുക്കൊന്ന് സുഹൃത്തുക്കളെ, കുട്ടികളൊക്കെ സ്കൂളിൽ തരികയാണ്. ഇന്ന് എന്നും സ്കൂളിൽ ലീസാണോ? സ്കൂളിൽ പോവാത്തതുകൊണ്ട് ഇപ്പോൾ ഹായ് എവിടെ ചങ്ങായി ഉമ്മടെ ഇവിടുന്ന് അങ്ങോട്ടൊരു വ്യൂ വെച്ചാ നമ്മളുണ്ടല്ലോ വാസിലെ. ഇപ്പം പ്ലാൻ ആക്കിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ മതിൽ ചെറുതും ഗേറ്റ് വലിക്കും. നല്ലൊരു തീരുമാനമാണ്. നമ്മളപ്പത്തെ പരീക്ഷനെ നമ്മൾ വണ്ടി ആയിട്ടെനിക്ക് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു സാധനത്തിൽ ഇനി നമ്മൾ ഇതിങ്ങനെ പ്ലാൻ ആക്കി. നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ ഇടങ്ങാറായിക്കണോ അതൊക്കെ ഇതിൽ ഈസി ആക്കി കൊടുത്തു. അതെ. അല്ല, മുറ്റം നമുക്ക് അത്യാവശ്യം നല്ലോണം കിട്ടിയ സാർ, അത് വലിയൊരു കിട്ടില്ല. അതേപോലെ ഇത് ബാക്കും നമ്മൾ കരുതിയില്ല സ്പേസ് കിട്ടി, അതും നല്ല കിട്ടില്ല. സംഭവം അടിപൊളിയായിട്ടോ. നമ്മൾ കരുതിയ പണിയാളും കൂടി നമ്മൾ ഉള്ളൂ അല്ലേ? പുറത്ത് പെയിന്റ് അല്ലേ? അതൊക്കെ അതിന്റെ പുറത്തത്തെ, പിന്നെ നമ്മൾ ഉള്ളത്തെ പണി നടക്കുമ്പോൾ പുറത്തത്തെ ബുദ്ധിമുട്ടാവില്ലല്ലോ, അതതിന്റെ കൂട്ടത്തിലാണ് നടന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മളെ വീട് കണ്ടിട്ട് എങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയാം. അസറു ഗാർഡൻ ചെയ്യണമൊക്കെ ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും നമുക്ക് പറഞ്ഞുതരാം അല്ലേ? അതെ. ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് വരുന്ന സ്പേസ് ഇതാണ്, ഈ സ്പേസും ആ ബാക്കിലുള്ളതാണ് നമുക്ക് സ്പേസ്. തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഐഡിയകൾ പറഞ്ഞുതരാണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാൽ നമുക്ക് വിട്ടാലോ? നമുക്ക് കുറച്ച് അത്യാവശ്യ
പരിപാടികൾ ഉണ്ട്, സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. എന്നിട്ട് അതിന്റെ ഒക്കെ വരും അപ്ഡേറ്റുകൾ നമ്മൾ വാസന്റെ വ്ളോഗിൽ തന്നെ വരുന്നതായിരിക്കും, നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിലെല്ലാവരും ഗസ് ചെയ്യാം എന്താണെന്നല്ല. എന്തായാലും നിങ്ങളെ ഗസ്സിങ്ങിന് കുറവൊന്നുമില്ലല്ലോ. ഇന്നലെ ആരൊക്കെ മെസ്സേജ് ആയിട്ടുണ്ട്, ഇൻവിറ്റേഷൻ ഇന്ത്യക്കും വന്നാണ്, അനാന്റിക്കും വന്നാണ്, അർഷന്റിക്കും വന്നാണ്. നിങ്ങൾ ഇൻവിറ്റേഷൻ എനിക്ക് അയക്കോ, എനിക്ക് കല്യാണം കൂടാനാണ്. അപ്പൊ ഞാൻ മെസ്സേജ് പറഞ്ഞേ, ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അന്നെ ഇൻവൈറ്റ് ചെയ്യണതാണ്, അല്ലാതെ ചോദിച്ചു വാങ്ങണതല്ല. ഇൻവിറ്റേഷൻ ഒക്കെ ചോദിച്ചു വാങ്ങണ ഈ കാലഘട്ടത്തില് അങ്ങനെ. അപ്പം എന്താ വെച്ചാല് ഇന്നലെ ആരൊക്കെ ഇതിലൊക്കെ പറയുന്നുണ്ട്, ഗസ്റ്റ് കുറെ ആൾക്കാർക്ക് പിരാന്തേക്കാണ്. ചിലവരുണ്ട് അഫിൻ്റെതാണ് ഇങ്ങനെയൊക്കെ പാവം പിടിച്ച സുഹൃത്തുക്കൾ. അഫിക്കാകെ 19 വയസ്സുള്ളൂ. കുറെ ആൾക്കാർ ഈച്ചുവിന്റെ പറയുന്നുണ്ട്, കുറെ ആൾക്കാർ അർഷിന്റെ പറയുന്നത്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞേ, അർഷ എല്ലാരും അൻ്റെതാന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു, എല്ലാരും എന്നെ തന്ത വൈബ് കൂട്ടിക്കണേ. ആകെ കോൾ വരുന്നുണ്ട്, അർഷിക്ക് ആകെ 24 വയസ്സായിട്ടുള്ളേ. അർഷി പറഞ്ഞേ, ആടാ ശരിയാണ്, ഇന്നൊരു തന്തപ്പനാക്കിക്കുന്നു തോന്നുന്നു. കാരണം ഇന്ന നാട്ടിലത്തെ ആൾക്കാരൊക്കെ വിളിച്ചാണ്ട് പറയുന്നുണ്ട്, അൻ്റെ തെറ്റിയാണോ ഞാൻ എൻ്റെ തെറ്റിയാണോ വെച്ചാണ്ട് വിളിച്ചിനി പറഞ്ഞു. അല്ല, അർഷിൻ്റെത് പിന്നെ നാട്ടിൽ നിന്ന് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഓൻ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എന്താ ഈ പരിപാടി നമുക്കൊന്നും ഇല്ലേ ചോദിച്ചാണ്ട് ഓൻ്റെ ഒന്നാമത്തെ ഷോയിലെ ക്യാമറ ഫീൽഡിൽ നിന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. കാരണം ഞങ്ങളോട് പറയാതെ വല്ല ഇന്റിമേറ്റ് വെഡിങ് നടത്തണം, 24 മണിക്കൂർ ഒപ്പം നടന്നുകൊണ്ട് ഓരോ ആരും അറിയണില്ലത്. അതാണ് വിഷയം. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് കാണിക്കാം. ബൈ. സുഹൃത്തുക്കളെ, വീട് പണിന്റെ അവിടെ നമ്മൾ ഇറങ്ങി. എങ്ങനെയുണ്ട് വാസിലെ പണികളൊക്കെ? എനിക്ക് നല്ല ലൈക്കായി, അപ്പോ പിന്നെ വീട് പണി തകൃതിയായി എടുക്കുന്നതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പാന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഏരിയയിൽ പെരേറ്റണം. ആണോ? അതാണ് ആ ഏരിയ തന്നെ ആ ഏരിയയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പാന്റെ തറവാടൊക്കെ നമ്മള് ചന്തക്കുന്ന് ആ ഒരു ഏരിയയിലാണ്. ഫുള്ള് കുടുംബക്കാരും എല്ലാവരും അവിടെ. ഇപ്പൊ സൗദിയിലെ അതിന്റെ ടൈമിന് നമ്മൾ എന്ത് ചെയ്താണ്, മൈരാടിയിൽ ആ ഏരിയയിൽ പെട്ടെന്ന് വീട് കയറണം. അപ്പൊ ഓൾറെഡി പണി പകുതിയായി വെച്ചൊരു വീടിന് വാങ്ങിയേക്കും. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഉള്ള വീട് മേലെ കയറ്റാൻ കഴിയൂല. കാരണം അതിന്റെ വാർപ്പൊക്കെ ഭയങ്കര തിന്നായിക്കാണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അതിന്റെ ഒരു ആഗ്രഹം അവിടെ ഇതാക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മള് വേറെ എവിടെയെങ്കിലൊക്കെ നമുക്ക് പതുക്കെ ഇങ്ങനെ ഇതാക്കിയാൽ മതി. പിന്നെ ഇതിന് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മക്ക് എന്താണ് ആ സാധനത്തിന്റെ പേരെന്തേലും മറന്നോ? ഇപ്പൊ എന്തേലും പറയാൻ വരുമ്പോ അതിന് മറക്കണ്ടോ? ടെൻഷൻ ടെൻഷനല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു വൈക്ലഭ്യം അതുണ്ടാവും. മനസ്സിലായി, പറയാൻ വന്ന മനസ്സിലായി. പക്ഷെ അതിപ്പോ പറയേണ്ടതല്ല, അതാണ് അത് മുണിഞ്ഞത്. അതിപ്പോ പറയാൻ കഴിയൂല, അറിയാത്തൊരു പേരാണ് ഓരോന്നേ. അതിനുള്ള അവസരം നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ തരുന്നുണ്ട്, ഇൻഷാ അല്ലാ. അപ്പൊ സുഹൃത്തുക്കളെ, നെസ്വിയാണ് നമ്മളെ ക്യാമറമാന്. കാരണം നമ്മള് വീട്ടിൽ നിന്ന് അവിടുന്ന് പോകുന്ന സമയത്ത് നമുക്ക് പുതിയൊരു അതിഥി നമുക്ക് ഇതിൽ കയറാണ്ട്. ആരാണ്? നെജ്മ കയറാണ്ട്. അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ളൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാനും വർഷം ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളൂ, ഇവർക്ക് ഡ്രസ്സ് മറ്റന്നാളാണ് കല്യാണം. ഇപ്പോഴും പോലെ എന്ത് ചെയ്യാണ്, ഡ്രസ്സിന് വേണ്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾ ഡ്രസ് എടുക്കൽ താങ്ങുമല്ലോ, നമുക്ക് അൺസഹിക്കബിളാ. ഞാൻ എന്താ ചെയ്യല്ലോ ഡ്രസ് എടുക്കാൻ? ടു ബി ഹോണസ്റ്റ്, എന്നോട് ഉള്ള മാതിരി പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡ്രസ്സും കടയ്ക്ക് പോകും. കാരണം എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഒരു 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ 20 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഇട്ട ഡ്രസ്സുകളിൽ എനിക്കറിയാം ഏത് കളറാണ് എനിക്ക് ചേരുക, ഏത് പാറ്റേൺ ആണ് എനിക്ക് ചേരുക, ഏത് ടൈപ്പ് പാന്റ് എനിക്ക് ചേരുക. ഞാൻ എന്ത് ചെയ്യും, ഒരു പാന്റും ഒരു ഷർട്ടും കൊണ്ട് ഇട്ടോക്കും. അത് മാച്ച് ആണെങ്കിൽ ആ അളവിനുള്ള ഒരു 3-4 ഇട്ട് നോക്കാത്തന്നെ വാങ്ങും. ഒരു 10-15 മിനിറ്റ് മാക്സിമം 10-15 മിനിറ്റ് കൊണ്ട് ഞാനിപ്പോ 3-4 കൂട്ടൊക്കെ എടുത്തിട്ട് പോകുന്നു. കാരണം വെച്ചാൽ കളർ പാറ്റേൺ നമുക്കറിയാം, ഫിറ്റിംഗ് മാത്രം ഒറ്റ ഒന്നിന്റെ നോക്കിയാൽ മതി. പിന്നെ ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് ഒന്നിട്ട് നോക്കും, ട്രാക്ക് പാന്റ് ഒന്നിട്ട് നോക്കും, കറക്റ്റ് അളവാണോ അങ്ങനത്തെ ഒരു 3-4 പാറ്റേണിലല്ലോ 3-4 കളറുള്ള സാധനം എടുത്ത് പോയി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മളെ ഡ്രസ്സ് പറഞ്ഞാല് 15 കഴിയും. ഇവർക്ക് എന്താ ചെയ്യാലോ, ഈ പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാല് ഇവർക്ക് ഓരോ ഡ്രസ്സും ഇട്ട് നോക്കി അതിനനുസരിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ടും പറ്റൂല. എന്നിട്ടും ഇവർക്ക് എന്താ വെച്ചാല് അത് ഇങ്ങനെ പോരാ. ഇങ്ങനെ സത്യം പറഞ്ഞ നമ്മളിടണീന്റെ ഒരു 80 അച്ഛോ ബ്ലോഗിലാണ് കേട്ടോ. പറയോ കിട്ടണില്ലട്ടോ. അങ്ങനല്ലേ
ചില വിശേഷപ്പെട്ട പരിപാടികളൊക്കെ വരാനില്ലാണ്, കിട്ടണില്ല. അതാണ്. അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, വ്ളോഗിലാണല്ലേ, പ്രശ്നമില്ല. നമ്മളിപ്പോ സാറ്റർഡേ സൺഡേ നമ്മള് ബിഗിനിങ് നമ്മള് സാറ്റർഡേ ബിഗിൻ ആക്കാം. സാറ്റർഡേ നൈറ്റ് ആണോ ബിഗിനിങ്? സാറ്റർഡേ നൈറ്റ് ബിഗിനിങ്. ഓക്കെ ഓക്കെ ഓക്കെ. സൺഡേ നൈറ്റ് ഫിനിഷിംഗ്. എൻഡിങ്. സൺഡേ നൈറ്റ് ഹോളിഡേ അല്ലേ? സൺഡേ ഹോളിഡേ. ഭാരത് ബന്ധല്ലേ? ഭാരത് ബന്ധ. സൺഡേ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോ മൺഡേ ഹോളിഡേ ആക്കേണ്ടി വരും, കാരണം സൺഡേ ഹോളിഡേ ആവുമ്പോ മൺഡേ ഹോളിഡേ ആക്കണല്ലോ. അച്ചു ആ ഒരു ടൈമിന്റെ കാൽക്കുലേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോ മൺഡേ കൂടി ഹോളിഡേ ആക്കേണ്ടി വരും. നമുക്കൊരു വെനസ്ഡേ വരെ ഹോളിഡേ കൊടുക്കാം. ആ വേണ്ട, അപ്പൊ ലിയനൊക്കെ ചവിട്ടി പുറത്താക്കും ഓഫീസിന്. അപ്പൊ ലിയനോട് പറയാ, ലിയനോട് എന്ത് പറയണെന്ന് അറിയോ? അന്റെ പിന്നെ സ്വന്തം കമ്പനിയാണ്, അപ്പൊ വിളിച്ച ലിയന്റത് ഹോളിഡേ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാനായിട്ട് വിളിച്ചിരിക്കണത്. എനിക്ക് കത്തി എനിക്ക് അച്ഛ ഒരാള് കോൾ ചെയ്ത അതിന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായി. സ്വന്തം കാര്യത്തിൽ മനസ്സിലാവൂല, അതൊക്കെ നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറയാ, ഇപ്പൊ തന്നെ ആ ഒരു മൺഡേ കൂടി ഹോളിഡേ എടുക്കാൻ പറയാം. സാറ്റർഡേ എടുക്കണ്ടല്ലോ? സാറ്റർഡേ എടുക്കേണ്ട ആവശ്യമില്ല, നൈറ്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് നൈറ്റ് ആണ്. ആൾക്കാർ കണ്ടിട്ട് എന്തൊക്കെയാണ് അറിയണത്? ഒരു കണക്ഷൻ ഇല്ലാത്ത ഇതായിട്ടത് അച്ചോ. ഓക്കെ, അപ്പൊ എന്നാ നൈറ്റില് കാണാല്ലേ? അച്ചു വേറെ അറിയൂ? മഞ്ചേരി ഹോം ടൗൺ. Okay, after some time we will be there. You guys coming? Yes, we are Yes, coming. I am coming. Please come. Okay. Me also. No, you know. Who's that? That is some other, like we going to Berdalmana. So we have to drop the. No, Neshwa, hi. don't do. Don't call me. No, it is means sometimes. Neshwa. അന്റെ കന്നഡ കുറെ ഞാൻ പറയുന്ന ഗാർബേജ് ആ കമന്റ് ബോക്സ് ഞാൻ കണ്ടുട്ടോ. പറയട്ടെ, ഗാർബേജ് എന്ന് പറയുന്നത് എല്ലാം മോശമല്ല. ഇപ്പൊ സ്വർണ്ണം ഉണ്ടല്ലോ, സ്വർണ്ണം കുത്തി പൊളിച്ചേണ്ട അതിനൊരു വേസ്റ്റ് ഉണ്ടാവും. അത് വിചാരിച്ച ആ വേസ്റ്റ് എന്താ ഉടുക്കാൻ പറ്റാത്ത സ്വർണ്ണമാണ്. നീ ചോക്ലേറ്റ് ചോക്ലേറ്റുകൾ ഉണ്ടാവും, അതും ഗാർബേജ് ആണ്. എനിക്ക് ഏറ്റവും നല്ലത് എന്താ അറിയോ? മുണ്ടാതിരിക്കുക. ഇപ്പൊ ഡയമണ്ട് ചെത്തിക്കാണ്ട് പീസ് ആയിക്കാണ് അതിന്റെ ബാക്കി പൊട്ടുകളൊക്കെ നമ്മള് വേസ്റ്റ് കൊടുക്കും. അതും ഡയമണ്ട് ആണ്. ഭയങ്കര ഇതാട്ടോ, ഇന്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇന്നെക്കാളും ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. അത് ശരി, അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം തന്നെ. അപ്പൊ നശ്വ എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അതൊക്കെ നമ്മൾ സമ്മതിച്ചു തരും. അത് വിചാരിച്ച് ഞാൻ ഒരു കടയിലൊന്നല്ല 2 കടയിലൊക്കെ കയറും. ഞാൻ അവളോട് ആകെ പറയാൻ എങ്ങനെയാണോ, ഒരു കടയിൽ കയറുക, അവിടുന്ന് ഡ്രസ്സ് എടുത്ത് ഇറങ്ങുക. അപ്പൊ നശ്വനും നജ്മനും കൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ്. കാരണം അർഷൊന്ന് വെച്ചാൽ നാട്ടിൽ വന്നിട്ട് ഈ ഒരു ചെക്കന്മാരെ കൂടെ നടക്കാനൊന്നും സമയം കിട്ടിയില്ലല്ലോ, കാരണം 3 ദിവസം പേരന്റെ ഉള്ളിൽ ഒളിച്ചു തീർക്കല്ലേ. അപ്പൊ ഒളിച്ചിരുന്ന സ്ഥലം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ അർഷുവിന്റെ ഇവിടെ കേട്ടോ, ഞങ്ങൾ ഇവിടെ ഒരു ഇതുണ്ട്, കട ഉണ്ട്. അവിടുന്ന് ഞങ്ങള് വെള്ളം വാങ്ങാൻ വേണ്ടി കയറിയപ്പോ അർഷു ഇതിന്റെ മേലെ ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ ഉണ്ട്. ഇനി ബാസിലിന്റെ അവന്റെ ചങ്ങന്മാരെ കണക്ഷൻ ഉണ്ട്, എനിക്കറിയില്ലല്ലോ. ബാസിലോലെ കണ്ടാണ്ട് കേറി. നിങ്ങക്ക് ഒന്നുമില്ലാത്ത കോളൊക്കെ വരുന്നതാ. അല്ല നിങ്ങൾ ഇവിടെ എത്തിട്ടോ, അങ്ങോട്ട് പോരും. ഇതല്ല ലൈബ്രറി, ലൈബ്രറി വണ്ടൂർ കാണിച്ചു കൊടുക്കോ? ലൈബ്രറി, പബ്ലിക് ലൈബ്രറി. അർഷുവിന്റെ പ്രാവളാണ്. അപ്പൊ നമുക്ക് നജ്മനെ എടുക്കാൻ പോകാം. അപ്പൊ നമ്മള് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മളിങ്ങനെ തിരിച്ചു വരും. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അത് നമ്മൾ ഇതിനോട് കൂടെ ഒരു വ്ളോഗ് നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ ആ വ്ളോഗ് എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ അത് കല്യാണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പൊ കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തത കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞ് വരുന്ന വ്ളോഗ് കാരണം. നിങ്ങളല്ല പറഞ്ഞത് നിങ്ങള് കല്യാണം അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. മറച്ചു വെക്കണില്ല, ഒരു ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, റിവീൽ ചെയ്യാൻ പോവാണ്. ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യിപ്പിക്കും. മൺഡേ റിവീൽ ചെയ്യോ? ഞങ്ങൾ വേണമെങ്കിൽ നാളെ തന്നെ റിവീൽ ചെയ്യും. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കണില്ല. കാണികൾ പറയട്ടെ എന്നാ റിവീൽ ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് തന്നെ പറയരുത്, ഒരു 24-30 മണിക്കൂർ തരണം ഞങ്ങൾക്ക്. അപ്പൊ അത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ,
പിന്നെ നമ്മളെ ഈ ഒരു വ്ളോഗ് ഇത്രയും നേരം കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അർശുവിന്റെ പേരൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡ് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എല്ലാവരും വ്ളോഗ്